ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവവചനം ചിന്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നായി നല്ല സാവകാശത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ നാഷണൽ പ്രയർ ടീം എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം തന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ എല്ലാ അഡ്മിന്മാരോടുമുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ക്ഷണിച്ചത് പാസ്റ്റർ ലിബീഷാണ്. ഈ അടുത്ത സമയത്താണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത്. എങ്കിലും ഭാരതത്തിൻ്റെ ഉണർവിൻ്റെ ഒരു വലിയ അഗ്നി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കത്തുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ ആത്മാവിൽ ഇടയായി. ഭാരതത്തിൻ്റെ ഉണർവിന് വേണ്ടി വളരെ പ്രാർത്ഥിക്കുകയും ഭാരതത്തിൻ്റെ ഉണർവിന് വേണ്ടി വളരെയധികം അത്യധ്വാനികം ചെയ്യുകയും ചെയ്യുന്ന ചില ദൈവദാസന്മാരുടെ കൂട്ടത്തിൽ ഒരു നല്ല യൗവനക്കാരനായി ദൈവം ഇടയാക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ തുടർമാനമായി വരുന്ന 5 ദിവസങ്ങളിൽ, ഇന്നു മുതൽ അടുത്ത 3 ദിവസങ്ങളിൽ രാവിലെ ഇതേ സമയത്തും അവസാനത്തെ 2 ദിവസങ്ങളിൽ 6, 7 തീയതികളിൽ വൈകുന്നേരത്തും നാം ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ഒരുങ്ങുക എന്ന് പറയുന്ന ഒരു വിഷയം ചിന്തിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ഒരുങ്ങുക. അതിനാധാരമായി 1-2 വേദഭാഗങ്ങൾ വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഏറ്റവും ആദ്യത്തെ ഒരു വേദഭാഗമാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. റെവലേഷൻസ് ചാപ്റ്റർ 19:7. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആൻഡ് ഹിസ് വൈഫ് ഹത്ത് മെയ്ഡ് ഹെർസെൽഫ് റെഡി. അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന ഒരു വചനമാണ് ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണയുള്ള എല്ലാ മണവാട്ടിയെയും ആരെങ്കിലുമൊക്കെ ഒരുക്കുകയാണ്, ആരെങ്കിലുമൊക്കെ അലങ്കരിക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയെ ഒരുക്കുകയല്ല, ക്രിസ്തുവിൻ്റെ മണവാട്ടി ഒരുങ്ങുകയാണ്. ഒരുക്കുവാൻ ഒരു പക്ഷേ നമുക്ക് മറ്റുള്ളവരുടെ സഹായം, നാം കേൾക്കുന്ന ദൈവവചനം, നാം പങ്കെടുക്കുന്ന കൂട്ടായ്മകൾ, നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം, പ്രത്യേകിച്ച് വിശുദ്ധിയെക്കുറിച്ചുള്ള ദൈവവചന ചിന്തകൾ, ഇതൊക്കെ ഇതിന് നമ്മെ സഹായിക്കുന്നതാണ്. പക്ഷേ പുറത്തുനിന്ന് ആർക്കും നമ്മെ അലങ്കരിക്കുവാൻ കഴിയുകയില്ല. നാം തന്നെയാണ് ഒരുങ്ങേണ്ടത്. അത് നാം വ്യക്തമായി ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിയിരിക്കണം. നാം തന്നെ ഒരുങ്ങണം. തനിയെ ഒരുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി അവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ കണ്ട ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 2-ാം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലൻ
നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന തൻ്റെ സഭയെക്കുറിച്ച് പറയുകയാണ്. എന്നാൽ അവസാനത്തെ താളുകളിലേക്ക് വരുമ്പോൾ ഈ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഈ നിർമ്മല കന്യക തന്നെത്താൻ ഒരുക്കി മണവാട്ടിയായി ക്രിസ്തുവിന്റെ മുമ്പിൽ വെളിപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ നാം ഈ ഭാഗം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കേണ്ടതിനായി നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യാനായി നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറയാം, കർത്താവെ, അടിയനെ സഹായിക്കണം. വചനം അതിൻ്റെ പൂർണ്ണ അളവിൽ വെളിപ്പെട്ട് എന്നിൽ ക്രിയ ചെയ്യുവാൻ സ്വർഗം ഇടയാക്കുമാറാകണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? എന്നോടൊപ്പം ഈ ലൈവിൽ എന്നെ വാച്ച് ചെയ്യുന്ന, ഒരുപക്ഷെ തുടർന്ന് ഈ വചനം കേൾക്കുവാനായി പോകുന്ന ധാരാളം പേരുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, കേൾക്കുവാൻ പോകുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനോട് പറയുമോ, കർത്താവെ, വചനം എൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്യത്തക്കവണ്ണം അടിയനെ ഒരു നല്ല പാത്രമാക്കി വെക്കണം. വചനം അതിൻ്റെ പൂർണ്ണ അളവിൽ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടു വരണം. വചനത്തിൻ്റെ എന്തെല്ലാം ക്രിയകൾ ഒരുവന്റെ ജീവിതത്തിൽ കഴിയുമോ, ഏതെല്ലാം വിധത്തിൽ വചനം കൊണ്ട് അങ്ങയുടെ മണവാട്ടിയാകുന്ന എനിക്ക് എന്നെ തന്നെ ഒരുക്കുവാൻ കഴിയുമോ, അതെല്ലാം നടക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് കർത്താവിനോട് പറയാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പച്ചൻ്റെ പൊന്നു കരത്തിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അപ്പാ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുവാൻ അങ്ങ് ഇടയാക്കുമാറാകണം. അങ്ങയുടെ വലിയ സാന്നിധ്യവും കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞ ഞങ്ങളെ ഇരുത്തിക്കാട്ടെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം വിഭാഗിപ്പാൻ അടിയന്റെ മേൽ ഒരു പ്രത്യേക നിയോഗം തരുമാറാകണം. കേൾക്കപ്പെടുന്ന എല്ലാവരും കർത്താവേ, ഇതിനകത്ത് ഒരാൾ പോലും അങ്ങയുടെ മണവാട്ടി സഭയിൽ നിന്ന് പുറത്തു പോകുവാൻ ഇടയാകാതെ വേണം. അനേകർ, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങയുടെ മണവാട്ടി സഭയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയായി മാറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പച്ചൻ്റെ കരുണ ഞങ്ങളോട് കൂടെ ഇരിക്കണം. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നാം വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്. ഇതാ, കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ക്രിസ്തുവിന് നിർമ്മല കന്യകയായി, ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന നിർമ്മല കന്യക അഥവാ മണവാട്ടി പദത്തിലേക്ക് പോകുന്ന വ്യക്തി. എന്നാൽ നാം ദൈവവചനം പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുങ്ങുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് നമുക്ക് നമ്മെ തന്നെ അലങ്കരിക്കുവാൻ കഴിയുന്നത്? ദൈവവചനത്തിലെ സ്ത്രീകൾ എങ്ങനെയാണ് അവരെ തന്നെ അലങ്കരിച്ചിരുന്നത്? അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് നാം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. വിശുദ്ധ പത്രോസ് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ അലങ്കാരം
തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അപ്പോൾ നമ്മുടെ അലങ്കാരം പുറമേയുള്ള ഒന്നുമല്ല, അകത്തെ ഗൂഢമനുഷ്യനെ നാം അലങ്കരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ പത്രോസിന്റെ ലേഖനം വളരെ മനോഹരമായ ഒരു ലേഖനമാണ്. ചിതറിപ്പാർക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി, പീഡനം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, അവർ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അപ്പോസ്തലൻ എഴുതിയ ഒരു ലേഖനമാണ് വിശുദ്ധ പത്രോസിന്റെ ലേഖനങ്ങൾ. യെരുശലേമിൽ നിന്നും ചിതറിപ്പോയവർ പീഡനം മൂലം മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെട്ടവർ, അങ്ങനെയുള്ള യഹൂദ ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്നു എന്നൊരു ചിന്ത വന്നപ്പോൾ അവർ വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടി അപ്പോസ്തലൻ ഈ പുസ്തകം എഴുതുകയാണ്, ഈ ലേഖനം എഴുതുകയാണ്. ഏകദേശം AD 64 ഈ ലേഖനം എഴുതിയതെന്ന് അനുമാനിക്കപ്പെടുകയാണ്. ഈ ലേഖനത്തിന് 5 അധ്യായങ്ങളുണ്ട്. ഇതൊരു ബൈബിൾ സ്റ്റഡിയായി ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിനെ വചനം അല്പം ആഴത്തിൽ പഠിക്കുന്ന ഒരു ശുശ്രൂഷയായി കൊണ്ടുപോകുവാൻ തന്നെ ഞാൻ താല്പര്യപ്പെടുകയാണ്. 5 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിനകത്ത് 1-ാം അധ്യായത്തിൽ ഒരു ജീവിക്കുന്ന ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്കിങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ 1-ാം അധ്യായത്തിൽ ജീവനുള്ള പ്രത്യാശയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പോൾ ജീവനുള്ള പ്രത്യാശ 1-ാം അധ്യായത്തിൽ പഠിക്കുന്ന വ്യക്തി 2-ാം അധ്യായത്തിൽ ാണെന്ന് പഠിക്കുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ, 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, സ്ത്രീജനം ബലഹീന പാത്രമെന്ന് അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളുമെന്നോർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുവാൻ പഠിപ്പിക്കുകയാണ്. ജീവന്റെ പ്രത്യാശ, അതിനുവേണ്ടി വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തി ജീവനുള്ള കല്ലുകളായി 2-ാം അധ്യായത്തിൽ ആത്മീയഗ്രഹം പണിയുവാനായി മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ പറയുന്നു, നാം ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. ഇവിടെ ഭാര്യമാരെ കുറിച്ചാണ് ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന് പറയുന്നു എങ്കിലും ഓർക്കുക, നാം ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അവിടെ പറയുന്നു സ്ത്രീജനം ബലഹീന പാത്രമാണ്. അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ബഹുമാനം കൊടുക്കണം. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ ഭാര്യമാർ എന്ന് പറയുന്ന ഒരു വിഷയത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് എഴുതിയിരിക്കുന്നത്. ദൈവസഭയാകുന്ന, മണവാട്ടി സഭയാകുന്ന ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും
ചിലയിടങ്ങളിലൊക്കെ ബലഹീന പാത്രങ്ങൾ തന്നെയാണ്. പക്ഷേ ക്രിസ്തുവിന്റെ ഒരു മനോഭാവം എന്താണെന്നറിയാമോ? നാം ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്, ഫെലോ ഹെയറേഴ്സ്. അവനോടുകൂടെ ഒരു ഷെയറിംഗ് ഇൻഹെറിറ്റൻസ്, ഒരു കൂട്ടവകാശം. ആരുടെ കൂടെ? ക്രിസ്തുവിന്റെ കൂടെ ഒരു കൂട്ടവകാശം. ക്രിസ്തുവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ മണവാട്ടി സഭയ്ക്കും ലഭ്യമാണ്. അപ്പോൾ ആ ലിവിങ് ഗ്രേസിനെ കുറിച്ച്, ആ കൂട്ടവകാശത്തിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുപോകുവാൻ കഴിയുന്ന ലിവിങ് ഗ്രേസിനെ കുറിച്ച് 3-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ലിവിങ് ക്രിസ്ത്യനെ, 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. അപ്പോൾ ലിവിങ് ഹോപ്പ്, ലിവിങ് സ്റ്റോൺസ്, ലിവിങ് ഗ്രേസ്, ലിവിങ് ക്രിസ്ത്യൻ. 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇങ്ങനെയാണ് പഠിക്കുന്നത്: എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അപ്പോൾ ഒരു ലിവിങ് റെസ്റ്റോറേഷൻ നമുക്ക് ആ അധ്യായത്തിൽ പഠിക്കാൻ കഴിയും. ഒരു ലിവിങ് ഹോപ്പ്, ലിവിങ് സ്റ്റോൺസ് അഥവാ ലിവിങ് ടെമ്പിൾ, ലിവിങ് ഗ്രേസ്, ലിവിങ് ക്രിസ്ത്യൻ ആൻഡ് ലിവിങ് റെസ്റ്റോറേഷൻ. എന്നാൽ നാം എന്തായി തീരണം എന്നുള്ളതിനെ കുറിച്ച് ഓരോ അധ്യായങ്ങളിലും നമുക്ക് പഠിക്കുമ്പോൾ, 1-ാം അധ്യായത്തിൽ ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് 1-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുകയാണ്. സോ ബീയിങ് ബോൺ അഗെയിൻ, ആ ഒരു വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് 1-ാം അധ്യായത്തിൽ പഠിക്കാൻ കഴിയും. 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം പഠിച്ചത്, നാം ക്രിസ്തു ആകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് വെച്ച് പണിയപ്പെടുന്ന, ഒരു ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്ന ഒരനുഭവമാണ് ബീയിങ് ബിൽറ്റ്. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി പണിയപ്പെടും. അവൻ തന്നെ പണിയപ്പെടുകയും അവൻ മറ്റുള്ളവരോട് ചേർന്ന് ദൈവത്തിന് സൗരഭ്യവാസന കൊടുക്കുന്ന ഒരു ജീവനുള്ള ആത്മീയ ഗ്രഹമായി പണിയപ്പെടുകയും ചെയ്യും. 3-ാം അധ്യായത്തിൽ നമുക്ക് കീഴടങ്ങുന്നതിനെ കുറിച്ച് പഠിക്കാൻ കഴിയും. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 5-ാം വാക്യം ഒക്കെ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബീയിങ് സബ്മിസീവ്, ബീയിങ് സബ്മിസീവ് ടു യുവർ ഹസ്ബൻഡ്സ്. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ആ സബ്മിസീവ്നെസ്സിലേക്ക് നാം വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിനയബുദ്ധി ഉണ്ടായിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് സകല മാനുഷ്യ നിയമത്തിന് നാം കീഴടങ്ങണമെന്നുള്ളതാണ്. സോ ബീയിങ് ബോൺ അഗെയിൻ, ബീയിങ് ബിൽഡ്, ബീയിങ് സബ്മിസീവ്. 4-ാം അധ്യായത്തിൽ ജഡത്തെ വിധിച്ച് അല്ലെങ്കിൽ ജഡത്തെ മരിപ്പിച്ച് ആത്മാവിൽ ജീവിപ്പിക്കപ്പെടണം, ബീയിങ് സാങ്ക്ടിഫൈഡ്. വിശുദ്ധീകരണത്തെ കുറിച്ച് 4-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. 5-ാം അധ്യായത്തിലേക്ക് 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്: അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം, പിശാചിനോട് എതിർത്ത് നിൽക്കണം, താഴ്മ ധരിക്കണം. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ബീയിങ് വിക്ടോറിയസ്. സോ being born again, being built, being submissive, being sanctified and being victorious. ഈ പുസ്തകത്തിനകത്ത് നമുക്ക് യേശു ക്രിസ്തുവിനെ 5 ആംഗിളിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. 1-ാം അധ്യായത്തിൽ 1:19 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. സോ ജീസസ് ആസ് റെഡീമർ, വീണ്ടെടുപ്പുകാരനായി നമുക്ക് ക്രിസ്തുവിനെ 1-ാം അധ്യായം പരിചയപ്പെടുത്തുന്നു. 2-ാം അധ്യായത്തിന്റെ
4, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യർ തള്ളിയ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ ക്രിസ്തു, മൂലക്കല്ലായ ക്രിസ്തു ഇടർച്ചക്കല്ലായിരുന്നു, പക്ഷേ മൂലക്കല്ലായി മാറിയ ക്രിസ്തു. സോ 1-ാം അധ്യായം യേശുവിനെ വീണ്ടെടുപ്പുകാരനായി പഠിപ്പിക്കുമ്പോൾ 2-ാം അധ്യായം കോർണർ സ്റ്റോണായി, മൂലക്കല്ലായി പഠിപ്പിക്കുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 5, 8, 22 ഒക്കെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് യേശുവിനെ കർത്താവായി അവിടെ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും. ജീസസ് ആസ് ലോർഡ്. നമുക്ക് യേശുവിനെ ന്യായകർത്താവായി പഠിക്കുവാൻ കഴിയും. 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സോ ജീസസ് ആസ് ജഡ്ജ്. 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇടയ ശ്രേഷ്ഠൻ, ദ ചീഫ് ഷെപ്പേർഡ്. സോ ജീസസ് ആസ് റെഡീമർ, ജീസസ് ആസ് കോർണർസ്റ്റോൺ, ജീസസ് ആസ് ലോർഡ്, ജീസസ് ആസ് ജഡ്ജ് ആൻഡ് ജീസസ് ആസ് ദ ചീഫ് ഷെപ്പേർഡ്. വീണ്ടെടുപ്പുകാരനായി, മൂലക്കല്ലായി, കർത്താവായി, ന്യായകർത്താവായി, ഇടയശ്രേഷ്ഠനായി യേശുവിനെ നമുക്ക് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നു. ദൈവവചനം എന്താണെന്നുള്ളത് ഈ പുസ്തകത്തിന്റെ 5 അധ്യായങ്ങളിലും നമുക്ക് വളരെ ആഴമായി പഠിക്കുവാൻ കഴിയും. നാം അതിലേക്കൊക്കെ മടങ്ങി വരും. 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, 25-ാം വാക്യം ഒക്കെ പഠിക്കുമ്പോൾ വേർഡ് ഓഫ് ഗോഡ് ആസ് ഇംപെരിഷബിൾ സീഡ്, നശിച്ചു പോകാത്ത ജീവനുള്ള നിലനിൽക്കുന്ന ഒരു വിത്തായി ദൈവവചനത്തെ 1-ാം അധ്യായം പഠിപ്പിക്കുകയാണ്. നാം പഠിക്കുന്നത് പത്രോസിന്റെ 1-ാം ലേഖനമാണ്. അതിന്റെ 2-ാം അധ്യായത്തിൽ ദൈവവചനത്തെ മായമില്ലാത്ത പാലായി, പ്യോർ മിൽക്കായി ദൈവവചനം പഠിപ്പിക്കുന്നു. 3-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. അപ്പോൾ 3-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് വേർഡ് ആസ് എ ഡിസിപ്ലിനിങ് ഫാക്ടർ. വചനം കേൾക്കുന്ന വ്യക്തി, വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന വ്യക്തി ഈ ഇംപെരിഷബിൾ സീഡിലൂടെ ജനിപ്പിക്കപ്പെട്ട് ഈ മായമില്ലാത്ത പാൽ കുടിച്ച് വളരുന്ന ഒരു വ്യക്തി അവരെ തന്നെ ഡിസിപ്ലിൻ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവർ ഒന്നും പറയാതെ തന്നെ അവരുടെ ഡിസിപ്ലിൻഡ് ലൈഫ് കണ്ടിട്ട് അവരുടെ കൂടെ ജീവിക്കുന്നവർ, അവരെ കാണുന്നവർ, അവരെ മാതൃകയാക്കുന്ന ഒരനുഭവത്തിലേക്ക് വരാൻ കഴിയും. അങ്ങനെ ഒരു ശക്തി ഈ ഉൾനട്ട വചനത്തിനുണ്ടെന്ന് 3-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ദൈവത്തിന്റെ അരുളപ്പാടുകളെ കുറിച്ച്, പ്രീച്ചിങ് വേർഡ് ഓഫ് ഗോഡ്, സുവിശേഷം. 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം അതൊരു കൺഫ്യൂസിങ് വേർഡാണ്. പക്ഷേ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത് 4-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ ചെന്നു തടവിലുള്ള ആത്മാക്കളോട് അവൻ പ്രസംഗിച്ചു. അതായത് യേശു തൻ്റെ നിവർത്തീകരിക്കപ്പെട്ട ദൗത്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയല്ല, പ്രൊക്ലെയിം ചെയ്തു. മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു. അത് കൺഫ്യൂസിങ് ആയതുകൊണ്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയാണ്. മരിച്ചവരോട് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, മരിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ക്രിയ ചെയ്യുന്നത് കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട.
ആ മരിച്ചവർ ജീവനോടിരുന്നപ്പോൾ സുവിശേഷം കേട്ടിട്ട് അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യുന്നു എങ്കിൽ ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന കർത്താവിനോട് ബോധിപ്പിക്കുമ്പോൾ ധൈര്യത്തോടെ നിൽക്കാൻ കഴിയും. അതുകൊണ്ട് മരിച്ചതിന് ശേഷം കേൾക്കുന്ന ഒരു സുവിശേഷത്തെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവനോടിരിക്കുമ്പോൾ കേൾക്കുന്ന സുവിശേഷം അവരുടെ ശരീരത്തെ, അവരുടെ ജഡത്തെ മരിപ്പിച്ച് ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുവാനായി അവർ ആ വചനത്തെ അങ്ങനെ പ്രയോജനപ്പെടുത്തിയാൽ അവർ കണക്ക് ബോധിപ്പിക്കുമ്പോൾ ന്യായവിധിയല്ല പകരം, ശിക്ഷാവിധിയല്ല പകരം പ്രതിഫലം നമുക്ക് ലഭ്യമാകുമെന്നാണ് അവിടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. സോ ദ പ്രീച്ചിങ് വേർഡ് ഓർ ദ പ്രൊക്ലെയിമിംഗ് വേർഡ്. 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ആടുകളെ മേയിക്കുന്നതിനെ കുറിച്ച്, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടുള്ള ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി തീരുന്നതിനെ കുറിച്ച്, ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നതിനെ കുറിച്ച് ഒക്കെ നാം പഠിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രബോധിപ്പിക്കുന്ന വചനമായി ദൈവവചനത്തെ നമുക്ക് പഠിക്കാൻ കഴിയും. വേർഡ് ഓഫ് ഗോഡ് ആസ് എൻ എഡിഫൈയിങ് കമ്പോണന്റ്. So word of God as imperishable seed, word of God as pure milk, word of God as factor, word of God as a preaching or proclaiming word, word for edification. ഈ പിന്നീട് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഈ പുസ്തകം എഴുതിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ യഹൂദ ക്രിസ്ത്യാനികൾ കഷ്ടം അനുഭവിക്കുന്ന ഇവരെ വിശ്വാസത്തിൽ നിലനിർത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കഷ്ടത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് കഴിയും. 1-ാം അധ്യായത്തിൽ അതിന്റെ 12-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വലിയത്. അപ്പോൾ 1-ാം അധ്യായത്തിലെ വിഷയം ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു ഒരു ഇംപെരിഷബിൾ സീഡ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകാത്ത, നശിക്കപ്പെട്ടു പോകാത്ത, ജീവനുള്ള നിലനിൽക്കുന്ന ആ സീഡ് കൊണ്ട് വീണ്ടും ജനിപ്പിക്കപ്പെട്ടിരിക്കുന്ന, ഇവിടെ നമ്മൾ 12-ാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ ജനനം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ ഈ വിശ്വാസം നിമിത്തം അവൻ പ്രാപിച്ചിരിക്കുന്ന ആത്മരക്ഷയിൽ നിലനിൽക്കുവാൻ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷേ നാം അതിൽ ആനന്ദിക്കണമെന്ന് അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്. സോ ട്രയൽസ് ഓഫ് ഫെയ്ത്ത്, നാനാ പരീക്ഷകൾ എന്ന ആ അധ്യായത്തിൽ നമുക്ക് അതിനെ പഠിക്കുവാൻ കഴിയും. വിവിധ വിധത്തിലുള്ള പരീക്ഷകളാണ്, ധാരാളം പരീക്ഷകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ദൈവമക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ നാം പാപം സംബന്ധിച്ച് മരിക്കണം, നീതിക്ക് ജീവിക്കണമെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. മരണം എന്ന് പറയുന്നത്, പാപം സംബന്ധിച്ച് നാം മരിക്കുക എന്ന് പറയുന്നത്, നമ്മുടെ ജഡം സംബന്ധിച്ച് നാം മരിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഈ ജഡം ഒരിക്കലും മരിക്കാൻ തയ്യാറുള്ള ഒന്നല്ല. ഈ നേച്ചർ ഓഫ് സിൻ
ഒരിക്കലും നമ്മളെ വിട്ടുപോകുന്ന ഒന്നല്ല നാം ജീവനോടിരിക്കുന്ന കാലം വരെയും. ഇതിനെ ക്രൂശിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് റോമാലേഖനം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ട്രയൽസ് ഓഫ് ഫ്ലഷ്, ജഡത്തിലുള്ള പരിശോധന, ഈ നേച്ചർ ഓഫ് സിന്നിനെ, ഈ പാപജഡത്തെ ക്രൂശീകരിക്കുന്നതിലുള്ള ഒരു പരിശോധനയിലൂടെ നാം കടന്നു പോകേണ്ടി വരുമെന്ന് ഈ 2-ാം അധ്യായം പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 1-ാം അധ്യായത്തിൽ ജീവനുള്ള വിത്തിനാൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ട വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് ഒരു ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഈ ആത്മരക്ഷയിൽ നിലനിൽക്കുന്ന ആ വിശ്വാസത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പരിശോധനയുണ്ട്. 2-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിയുന്ന ജീവനുള്ള കല്ലുകളായിട്ട് നാം ആ പണിയിൽ വളരുവാൻ തക്കവണ്ണം ഈ ജീവനുള്ള മായമില്ലാത്ത വചനമെന്ന പാൽ കുടിച്ച് മുന്നേറുമ്പോൾ നമ്മുടെ പാപജഡത്തെ നാം ക്രൂശിക്കുകയും പാപജഡത്തെ നാം മരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ശോധന, ഒരു കഷ്ടത നമ്മുടെ മാനസിക മണ്ഡലത്തിൽ നാം അനുഭവിക്കേണ്ടി വരും എന്ന് 2-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. സോ ഇറ്റ്സ് നോട്ട് ഈസി. അത് വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല ജഡത്തിലുള്ള പരിശോധന. 3-ാം അധ്യായം, ജഡം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന പരിശോധനയല്ല. നമുക്ക് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ഈ 3 ഭാഗങ്ങൾ കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചതെങ്കിലും മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, പാപത്തിലേക്ക് വീണപ്പോൾ സാത്താന്റെ ഒരു ഭാഗം കൂടെ നമ്മുടെ ഉള്ളിലേക്ക് വന്നു. അവൻ ആക്സസ് ഉള്ള ഒരു ഭാഗം, ദാറ്റ് ഈസ് കോൾഡ് ഫ്ലഷ്. അതാണ് ജഡം എന്ന് പറയുന്നത്. സാത്താന്റെ എല്ലാ പരിപാടികളും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ജഡമെന്ന് പറയുന്ന, ഈ ഫ്ലഷ് എന്ന് പറയുന്ന ആ ഏരിയയിലാണ്. ഇത് നമ്മുടെ ആത്മാവിനോടും നമ്മുടെ ദേഹിയോടും മാനസിക മണ്ഡലങ്ങളോടും നമ്മുടെ ബുദ്ധിമണ്ഡലത്തോടുമൊക്കെ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്, വളരെ അടുത്തിരിക്കുന്ന, ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇടയിൽ നിൽക്കുന്ന, ആത്മാവിന്റെയും നമ്മുടെ ദേഹിയുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു സംഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യാനായി ശ്രമിക്കുമ്പോൾ ഈ ജഡം ചാടി എഴുന്നേറ്റ് നമ്മളെ കൺട്രോൾ ചെയ്യാനായി ശ്രമിക്കും. അപ്പോൾ ഈ ആത്മാവും ജഡവും തമ്മിലാണ്, ശരീരമല്ല, ആത്മാവും ജഡവും തമ്മിലാണ് എപ്പോഴും പോരാട്ടം നടക്കുന്നത്. കാരണം ആത്മാവിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനം, ഡിവൈൻ ആയിട്ടുള്ളതാണ് നമ്മുടെ സ്പിരിറ്റിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ സാത്താനിൽ നിന്നുള്ളത്, ശത്രുവിൽ നിന്നുള്ളത്, പിശാചിൽ നിന്നുള്ളത്, അവന്റെ ചിന്തകൾ, അവന്റെ ക്രിയകൾ, അവന്റെ ഓപ്പറേറ്റിംഗ് പീരീഡ്, സ്ഥലം എന്ന് പറയുന്നത്, ആ സ്പേസ് എന്ന് പറയുന്നത് ഫ്ലഷ് ആണ്. ഇവിടെയാണ് നമ്മുടെ ബാറ്റിൽ ഫീൽഡ്. അതിനകത്ത് ഇവരിൽ ആരോ അതിനനുസരിച്ച് നമ്മുടെ ദേഹവും ദേഹിയും ചലിക്കാൻ ഇടയാകും. സോ ഈ കണ്ടിന്യൂസ് ഫൈറ്റ് നടക്കുന്ന ഈ സ്ഥലത്ത് ആസ് എ ക്രിസ്ത്യൻ, ആസ് എ ലിവിംഗ് സ്റ്റോൺ, ബീങ് ബിൽറ്റ് along with the cornerstone, as a spiritual temple, to give spiritual sacrifices, we will be continuously going through this conflict. ഈ സ്പിരിച്വൽ കോൺഫ്ലിക്റ്റിനകത്തൂടെ നാം നിരന്തരമായി പോകേണ്ടി വരും. അതുകൊണ്ട് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണം. സോ there is a struggle to die to sin and to live as a righteous person. So there is a trial. That trial is in our flesh. അത് നമ്മുടെ ജഡത്തിലാണ്. ആ ജഡത്തിലുള്ള പരിശോധന, അതിനെക്കുറിച്ച് 2-ാം അധ്യായം നന്നായി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ടു വിൻ ദീസ് ട്രയൽസ് വിച്ച് ഈസ് കമ്മിങ് ഓർ വിച്ച് ഈസ് ഓപ്പറേറ്റിംഗ്
in the realm of flesh, you need to crave for the pure milk of the word of God. ദൈവവചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കണം. ഞാൻ അതിലേക്ക് മടങ്ങി വരാം. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? 3:17 ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. സോ ട്രയൽസ് ഓഫ് ഡീഡ്സ്, അത് നമ്മുടെ ശരീരത്തിലാണ്, നമ്മുടെ പ്രവൃത്തികളുടെ ഒരു പരിശോധന. നാം വളരെ പ്രയാസപ്പെട്ട് 1-ാം അധ്യായത്തിൽ നാം പഠിച്ചതുപോലെ വിശ്വാസത്തിൽ നിലനിന്ന് ആ വിശ്വാസത്തിന്റെ നാനാ പരീക്ഷകളെ ജയിച്ച് ജഡത്തിന്റെ ഈ മോഹങ്ങളെ, ജഡത്തിലുള്ള പരിശോധനകളെ ജയിച്ച് പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിച്ച് ഒരു നന്മ നാം ചെയ്യുമ്പോൾ നമുക്ക് ചില കഷ്ടങ്ങൾ വരുന്നു. ട്രയൽസ് ഓഫ് ഡീഡ്സ്. നമ്മുടെ പ്രവൃത്തി നന്മയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതിന് പ്രതിഫലമായി ചില തിന്മ അനുഭവിക്കുന്നു, ചില കഷ്ടം അനുഭവിക്കുന്നു. നാം ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡോടുകൂടി ഒരു ശരിയായ പ്രവൃത്തി ചെയ്യുമ്പോൾ പോലും ശത്രു പലരുടെയും ഉള്ളിൽ പ്രവർത്തിച്ചിട്ട് ആ പ്രവൃത്തിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ആ പ്രവൃത്തിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. നാം ഒരു നന്മ ഒരുവന് ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് ലഭിക്കുന്നത് ഒരു തിന്മയാണ്. ഇത് നമ്മളെ അങ്ങ് ക്ഷയിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു പരിശോധനയാണ്. നന്മ ചെയ്യാതിരിക്കാൻ നമുക്ക് ഉള്ളിലൊരു ചിന്ത തരുന്ന ഒരു പരിശോധനയാണ്. പക്ഷേ 18-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷയെ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. 2 വാക്യവും അടുത്തടുത്താണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ടങ്ങ് സഹിക്കുക. 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത് എന്താണെന്നറിയാമോ? ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. അത് ജഡത്തിലുള്ള ഒരു പരിശോധനയാണ്. കാരണം നാം ദൈവഹിതമാണെന്ന് പറയുന്ന ഒരു കാര്യം, നമുക്ക് വ്യക്തമായി ബോധ്യമുള്ള ഒരു കാര്യം, ദൈവത്തെക്കുറിച്ചുള്ള ഒരു മനോബോധം, ദൈവമുണ്ട്, ദൈവത്തിന്റെ ആ ഇംപെരിഷബിൾ സീഡിനാൽ ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിന്റെ മണവാട്ടിയാകാനുള്ള ഒരു വ്യക്തിയാണ്, ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് എനിക്കൊരു മനോബോധമുണ്ട്, ദൈവമുണ്ടെന്നും ദൈവം എന്നെ കാണുന്നുവെന്നും ദൈവം എന്നെ കേൾക്കുന്നുവെന്നും ദൈവം എൻ്റെ പ്രവർത്തികൾക്ക് പ്രതിഫലം തരുമെന്നും ഒക്കെയുള്ള ആ ഒരു വലിയ പ്രത്യാശയിലും ഉറപ്പിലും അങ്ങനെയുള്ള ഒരു മനോബോധം നിമിത്തം നാം ചിലതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മയായി നാം പ്രവർത്തിക്കുന്നത് തിന്മയായി അല്ലെങ്കിൽ ഒരു കഷ്ടമായി നമ്മുടെ ജീവിതത്തിലേക്ക് റീബൗണ്ട് ചെയ്യുമ്പോൾ, തിരിച്ചു വരുമ്പോൾ ക്രിസ്തുവിനെ ഓർക്കണം. കാരണം ക്രിസ്തുവിനെ കുറിച്ച് നമുക്കവിടെ പഠിക്കാൻ കഴിയുന്നത്, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. അതുകൊണ്ട് നാമും ഈ ഇംപെരിഷബിൾ സീഡ് നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ട്, ഈ വീണ്ടും ജനനം പ്രാപിക്കപ്പെട്ടപ്പോൾ we are also righteous, നാമും നീതിമാന്മാരാണ്. അതുകൊണ്ട് ഇനി ഈ ലോകത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം എന്തെങ്കിലും ഒരു കഷ്ടം സഹിക്കേണ്ടി വന്നാലും അത് തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കണമെന്ന് പറയുകയാണ്. ട്രയൽസ് ഓഫ് ഡീഡ്സ്, നമ്മുടെ പ്രവൃത്തികളിലുള്ള
പരിശോധന. 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നത്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കണം. ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ ഒരുക്കപ്പെടുന്ന ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യനെ, ആ ഹിഡൻ മാൻ ഓഫ് ദ ഹാർട്ട്, ആ ഗൂഢമനുഷ്യനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഈ കഷ്ടങ്ങൾ ഒരായുധമായി ധരിക്കണമെന്ന് 4-ാം അധ്യായം പഠിപ്പിക്കുകയാണ്. ട്രയൽസ് ഓഫ് എ ക്രിസ്ത്യൻ. ഈ ഒരു ക്രിസ്ത്യന്റെ ട്രയൽസ് 4-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവന്റെ ബോഡിയിലും സോളിലും സ്പിരിറ്റിലും വരുന്ന കഷ്ടങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ട്. ക്രിസ്ത്യന്റെ ഈ കഷ്ടതയെക്കുറിച്ച് അഗ്നിശോധന എന്ന് പറയുന്നു. 12-ാം വാക്യം, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. സോ ആസ് എ ലിവിംഗ് ക്രിസ്ത്യൻ, being sanctified to appear before the righteous judge, to receive the reward. അതാണ് 4-ാം അധ്യായത്തിലെ വിഷയം. അതിനുവേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് വിചാരിക്കുക. മറ്റാർക്കുമില്ലാത്ത ഒരു പ്രതികൂലം നമുക്ക് വന്നു എന്ന് വിചാരിക്കുക. എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. കാരണം 13-ാം വാക്യം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കുവാൻ ഇടവരും. അപ്പോൾ ഒരു ക്രിസ്ത്യന്റെ ജീവിതത്തിൽ അവൻ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു അഗ്നിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു അപൂർവ കാര്യം അനുഭവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഇതെന്തിനാ സംഭവിക്കുന്നതെന്നറിയാമോ? ടു സീസ് ഫ്രം സിൻ. പാപത്തിൽ നിന്നുള്ള ഒരു കംപ്ലീറ്റ് ഡെലിവറൻസിന് വേണ്ടിയിട്ടാണ് നാം ഈ കഷ്ടം അനുഭവിക്കുന്നത്, ഈ അഗ്നിശോധനയ്ക്കകത്തൂടെ പോകുന്നത്. അങ്ങനെ നാം പോകുമ്പോൾ നാം ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നു എന്നോർത്ത് സന്തോഷത്തോടെ അതിനകത്ത് നിന്ന് കൂടെ പോകാൻ കഴിയണം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും ഒരു കാര്യം കൂടെ ഓർക്കണം. ആസ് വി ഷെയർ ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്, വി ആർ ഗോയിങ് ടു ഷെയർ ഹിസ് ഗ്ലോറി. അവന്റെ തേജസ്സും കൂടെ, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിക്കാനന്ദിക്കുവാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. സോ trials of a Christian it is going to enable us to share his glory. ക്രിസ്തുവിൽ വെളിപ്പെടാൻ പോകുന്ന ആ തേജസ്സിനെ ഷെയർ ചെയ്യാൻ തക്കവണ്ണം അതിൻ്റെ ഒരു കൂട്ടവകാശം നമുക്ക് ലഭ്യമാക്കാൻ ഇതിടയാക്കും. 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് ട്രയൽസ് ഇൻ റെസിസ്റ്റിംഗ് ഡെവിൾ. 5-ാം അധ്യായത്തിന്റെ 8-9 വാക്യം, നിർമ്മതരായിരിക്കുവിൻ, ഉണർന്നിരിക്കുവിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കണം. സോ
You may face some trials while resisting the devil. പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് നിമിത്തം നാം ചില കഷ്ടങ്ങളിലൂടെ പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്രിസ്തുവിന്റെ മണവാട്ടിയായി രൂപാന്തരപ്പെടുന്ന ഞാനും നിങ്ങളും, തന്നെത്താൻ ഒരുക്കുന്ന ഞാനും നിങ്ങളും വിശ്വാസത്തിന്റെ പരിശോധന, ജഡത്തിലുള്ള പരിശോധന, പ്രവൃത്തിയുടെ പരിശോധന, ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള കഷ്ടം, പിശാചിനോട് കണ്ടിന്യൂസ് എതിർത്ത് നിൽക്കുന്നതിലുള്ള പരിശോധനയ്ക്കകത്തുകൂടെ പോകേണ്ടി വരും. 1-ാം അധ്യായം നമ്മെ പ്രബോധിപ്പിക്കുന്നത് 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, 22-ാം വാക്യം, 23-ാം വാക്യം, 14-ാം വാക്യം, 16-ാം വാക്യം, ഈ ഭാഗങ്ങളിലൂടെ എല്ലാം നാം കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത് യു ബി ഹോളി, നിങ്ങൾ വിശുദ്ധരായിരിക്കണം. Because you are being born again with a holy, imperishable seed. So be holy. Because our Redeemer Jesus and God the Father and the Holy Spirit, they are holy. Be holy because I am holy. നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന, നമുക്കൊരു ജീവനുള്ള പ്രത്യാശ, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവം വിശുദ്ധനായതുകൊണ്ട് യു ബി ഹോളി. മാത്രമല്ല, വിശുദ്ധനായ ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ക്രിസ്തു എന്ന ആ ഏക പുരുഷന, ആ വിശുദ്ധന, അതിപരിശുദ്ധന, നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ബി ഹോളി. 1-ാം അധ്യായം നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുങ്ങുന്ന ഞാനും നിങ്ങളും വിശുദ്ധരായിരിക്കണം. Because you will be able to reach this holiness, because a seed of holiness is already implanted in you. നമ്മുടെ ഉള്ളിൽ ഈ വിശുദ്ധിയുടെ വിത്ത് വിതയ്ക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് വിശുദ്ധിയിലേക്ക് വളരുവാൻ കഴിയും. Because our Redeemer lives. He lives in his holiness. So we also will be able to reach that holiness. അവിടെ റീച്ച് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ അവന്റെ ബ്രൈഡ് ആകാൻ കഴിയത്തുള്ളൂ. Since the bridegroom is holy, the bride also need to be holy. 2-ാം അധ്യായത്തിൽ നാം പഠിച്ചത് ഫ്ലെഷിനെ കുറിച്ചാണ്, അല്ലേ? ജഡത്തെ കുറിച്ച്. ജീവനുള്ള കല്ലുകളാണ്, എവിടെയോ കിടന്ന കല്ലുകൾ, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവാനായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ജീവനുള്ള കല്ലുകൾ ഉണങ്ങിക്കിടന്ന, മരിച്ചു കിടന്ന കല്ലാണ്. മരിച്ച ഒരു പാറയുടെ ഭാഗമായിരുന്ന കല്ലാണ്, മരിച്ച ഒരു കുടുംബത്തിന്റെ ഭാഗമായിരുന്ന കല്ലാണ്, മരിച്ച ഒരു ദേശത്തിന്റെ ഭാഗമായിരുന്ന കല്ലാണ് തമ്പുരാൻ അടർത്തിയെടുത്തു കേട്ടോ. അടർത്തിയെടുത്ത് ജീവൻ ഇതിനകത്ത പാപസംബന്ധമായി മരിച്ചു, ജഡത്തിൽ മരിച്ചിരുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നു. അങ്ങനെ മരണത്തിനായി വിധിക്കപ്പെട്ട, നിത്യമരണത്തിനായി, നിത്യശിക്ഷാവിധിക്കായി വിധിക്കപ്പെട്ട ഈ ലോകമാകുന്ന പാറയുടെ ഭാഗമായിരുന്ന എന്നെയും നിങ്ങളെയും അവൻ വെട്ടിയെടുത്തു, അവൻ കുഴിച്ചെടുത്തു. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക്, നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. എവിടെ നിന്നാ നിങ്ങളെ ഇപ്പോൾ എവിടെയാണ് ആയിരിക്കുന്നത്?
മറ്റനേകം ജീവനുള്ള കല്ലുകൾ. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന് പറയുന്ന അടിസ്ഥാനം, മൂലക്കല്ലാകുന്ന ക്രിസ്തു, ഇതിനോടൊക്കെ ചേർത്ത് വെച്ച് പണിയപ്പെടുന്ന ജീവനുള്ള കല്ലുകളായി മാറിയിരിക്കുന്നു. സോ ഈ ജീവൻ നിലനിർത്തണമെങ്കിൽ നമ്മുടെ ജഡത്തെ നിരന്തരം മരിപ്പിച്ചുകൊണ്ടിരിക്കണം. You have to crucify your flesh so that you will be able to be alive. ജീവിച്ചിരിക്കണമെങ്കിൽ ഇതിനെ ക്രൂശിച്ചുകൊണ്ടേയിരിക്കണം. സോ 2-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് ബി ഓൺ ഗാഡ്. ശ്രദ്ധയോടെ ഇരിക്കണം, സൂക്ഷ്മതയോടുകൂടി ഇരിക്കണം. അബ്സ്റ്റെയിൻ ഫ്രം ഫ്ലെഷ്ലി ലസ്റ്റ് which war against your soul. നമ്മുടെ ജഡത്തോട് പോരാടുന്ന ഈ കാര്യങ്ങളോട് 2:11 പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങണം. സോ ബി ഓൺ ഗാഡ്. നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കേണ്ടുന്ന ആവശ്യമുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നാം എന്തിനു വേണ്ടി തയ്യാറാകണം? 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, 3:15 ഇങ്ങനെയാണ് പഠിക്കുന്നത്: നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുവീൻ. നാം ഒരു ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ be ready to give a defense for the hope which is within us. അതിനെക്കുറിച്ച് വാദിക്കുകയല്ല, സൗമ്യത പൂണ്ട് സാവധാനതയുള്ള ഒരു ഹൃദയത്തോടെ ഭയഭക്തിയോടെ ഉത്തരം കൊടുക്കാൻ തയ്യാറായിരിക്കണം. സോ ബി റെഡി. സോ ബി ഹോളി, ബി ഓൺ ഗാഡ്, ബി റെഡി ടു ആൻസർ wherever you face a question on your faith. 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ കഷ്ടങ്ങളിൽ സന്തോഷിക്കണം, അതിഥി സൽക്കാരം ആഗ്രഹിക്കണം, നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളോട് നാം വിശ്വസ്തതയുള്ളവരായിരിക്കണം. 10-ാം വാക്യം, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം എന്നൊക്കെ പറയുകയാണ്. സോ ബി ഹോസ്പിറ്റബിൾ, ബി ദ ഗുഡ് സ്റ്റുവേർഡ്സ് ആൻഡ് ബി ജോയ്ഫുൾ. ഒരു ലിവിങ് ക്രിസ്ത്യനെ കുറിച്ചാണ് 4-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നതെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് സോ ബി ജോയ്ഫുൾ. 5-ാം അധ്യായത്തിൽ ബി ഓൺ അലേർട്ട്. ബിക്കോസ് പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ച് അലർന്ന സിംഹം എന്ന പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. സോ ബി ഓൺ അലേർട്ട്. നാം ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം, നിർമ്മതരായിരിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുങ്ങുക എന്ന് പറയുന്ന ഒരു വിഷയമാണ് നാം പഠിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുങ്ങണമെങ്കിൽ നമ്മെ അലങ്കരിക്കേണ്ടത് സൗമ്യതയും സാവധാനതയും കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യനെ അലങ്കരിക്കണമെന്ന് നാം പഠിക്കുകയായിരുന്നു. ഈ ഗൂഢമനുഷ്യനെ നാം അലങ്കരിക്കുമ്പോൾ ഈ ഗൂഢമനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഒരു മണവാട്ടി അങ്ങ് ഒരുങ്ങി വന്ന് മുമ്പിൽ നിൽക്കുകയല്ല. അവൾ ഒരു യങ് അഡൽട്ടായി തൻ്റെ മണവാളിന് വേണ്ടി ഒരുക്കപ്പെട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നതിന് മുമ്പ് അവൾ ഒരു ന്യൂ ബോൺ ബേബിയായി ജനിച്ച ഒരു സമയമുണ്ട്. കുറച്ചുകൂടെ കടന്നു പറഞ്ഞാൽ
വെറും 2 സെല്ലുകളായിരുന്ന ഒരു സമയമുണ്ട്. അത് കൂടിച്ചേർന്ന് അതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ സമയം നടന്ന ഒരു സമയമുണ്ട്. ഇറ്റ് വാസ് ഓൾ ഹിഡൻ, മറഞ്ഞിരുന്ന ഒരു സമയമുണ്ട്. ജനനം നടന്നു എന്ന് അറിയാമെങ്കിലും മാംസക്കണ്ണുകൾ കൊണ്ട് ഈ മണവാട്ടിയെ, ഈ കുഞ്ഞിനെ കണ്ടത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. 9 മാസങ്ങൾ മറഞ്ഞിരുന്നു. പിന്നീട് ഒരു ന്യൂ ബോൺ ബേബി ആയിട്ട് ജനിച്ചെങ്കിൽ മാത്രമേ അവൾക്ക് ഒരു യങ് അഡൽട്ടായിട്ട് വളരാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ജനനം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടന്നെങ്കിൽ മാത്രമേ ഈ മണവാട്ടി എന്ന് പറയുന്ന പദത്തിലേക്ക് നമുക്ക് എത്താൻ, ആ ഒരു പദവിയിലേക്ക് നമുക്ക് എത്താൻ കഴിയത്തുള്ളൂ. ജനനം നടക്കാതെ ഓൾ ഓഫ് എ സഡൻ നമ്മളിനി എത്ര വെച്ചുപിടിപ്പിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ വളർന്ന് പെട്ടെന്ന് വരുന്ന ഒരു സംഭവമല്ല ഇത്. നമ്മുടെ നാച്ചുറൽ ഗ്രോത്ത് നോക്കിയാൽ തന്നെ ഇറ്റ് ടേക്സ് ഇയേഴ്സ്. ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അമ്മയുടെ ഉദരത്തിൽ അവൾ മറഞ്ഞിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നാലും അവളെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു സമയമുണ്ട്. പിന്നീട് ഒരു വലിയ വളർച്ചയുടെ ഒരു കാലഘട്ടമുണ്ട്. അവളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വഭാവത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും എല്ലാം ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജസിലൂടെ അവൾ പോയേ പറ്റത്തുള്ളൂ. എന്നെങ്കിൽ അവൾക്ക് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ മണവാളന്റെ മുമ്പിൽ ഒരു മണവാട്ടിയായി വന്ന് ഒരുങ്ങി നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ദൂത് കേൾക്കുന്ന നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മണവാട്ടിയാകുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ എത്തുന്നതിന് മുമ്പ് ആർ യു എ ബോൺ അഗെയിൻ പേഴ്സൺ? നിങ്ങൾ വീണ്ടും ജനനം എന്ന് പറയുന്ന ആ സംഭവം അനുഭവിച്ച ഒരു വ്യക്തിയാണോ? ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു, വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ വായിക്കുന്നു 23-ാമത്തെ വാക്യം. 23-ാമത്തെ വാക്യത്തിൽ എന്താണ് പഠിക്കുന്നത്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഇംപെരിഷബിൾ സീഡിൽ നിന്നാണ് ഈ ജനനം നടക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കാം, ഇത് എല്ലാവർക്കും ആവശ്യമാണോ? ഐ എം ബീയിങ് ബോൺ ഇൻ എ ക്രിസ്ത്യൻ ഫാമിലി. ഐ എം പ്രേയിങ് ഫ്രം മൈ ചൈൽഡ്ഹുഡ്. ഐ എം ഫോളോയിങ് എവറിത്തിങ് വാട്ട് മൈ ചർച്ച് ഈസ് ടെല്ലിങ് മീ. ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട്. സോ ദെൻ ഷുഡ് ഐ ഗോ ത്രൂ ദിസ് പ്രോസസ്? ഐ എം ഓൾറെഡി ബോൺ. നിക്കോദിമോസിനോട് പറഞ്ഞപ്പോൾ പ്രമാണിയാണ്, വചനമറിയാവുന്ന വ്യക്തിയാണ്, പഠിപ്പിക്കുന്നവനാണ്. പക്ഷെ അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ കടന്നിട്ട് വീണ്ടും എങ്ങനെയാ ജനിക്കാൻ കഴിയുന്നത്? ഞാനും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, യു cannot understand this concept with your intellect. You need the help of the Holy Spirit to reveal this truth to your spirit. ശ്രദ്ധിച്ചു നോക്കിക്കേ, റോമാലേഖനത്തിലേക്ക് പോകുമ്പോൾ റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർ വീണ്ടും ജനനം പ്രാപിച്ചവരായിരിക്കാം. പക്ഷേ ആരെങ്കിലും, ഇതൊരു പബ്ലിക് മീഡിയ ആയതുകൊണ്ട് ആരെങ്കിലും വീണ്ടും ജനനം എന്ന് പറയുന്ന അനുഭവത്തിലൂടെ പോയിട്ടില്ലാത്തവർ എന്നെ കേൾക്കുന്നു എങ്കിൽ അവരോടുള്ള ഒരു ദൂത് ഒരല്പനേരം കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ
23 വായിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. സോ നോ വൺ ഈസ് എക്സംപ്റ്റഡ്, everyone, for all have sinned and come short of the glory of God. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. ഹൗ ക്യാൻ ഇറ്റ് ബി? ഞാനൊരു പാപവും ചെയ്യുന്നില്ല. നിങ്ങളൊരു പാപവും ചെയ്തില്ലെങ്കിലും യു ആർ എ ബോൺ സിന്നർ. നാം പാപിയായിട്ട് ജനിച്ചവരാണ്. വാട്ട് ഈസ് ദ പ്രൂഫ്? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ വൃക്ഷലതാദികളെ സൃഷ്ടിച്ചു, മൃഗജാലങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതിനെല്ലാം സൃഷ്ടിക്കുന്ന സമയത്ത് 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം 24-ാം വാക്യം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അതത് തരം വിത്തുള്ള, ആഫ്റ്റർ ദൈ കൈൻഡ്, ഇതിനോടെല്ലാം സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം എന്ന്, ഭൂമിയിൽ നിറയണമെന്ന് പറയുമ്പോൾ അതിന് കൊടുത്ത ഒരു കമാൻഡ് എന്തായിരുന്നെന്ന് അറിയാമോ? നീ എന്തായിരിക്കുന്നു അതിനെ പോലെയുള്ള, ആഫ്റ്റർ ദൈ കൈൻഡ്, പ്രൊഡ്യൂസ് സംതിങ് ആഫ്റ്റർ ദൈ കൈൻഡ്. നിന്നെ പോലെയുള്ള ഒന്നിനെ നിനക്ക് ജനിപ്പിക്കാം. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ. അതുകൊണ്ടാണ് പ്ലാവിൽ നിന്ന് നമുക്ക് പ്ലാവിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാവിൽ നിന്ന് നമുക്ക് മാവിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ബഡ്ഡിങ് ചെയ്യാമെന്ന് വെച്ചാൽ പോലും എന്തിൻ്റെയെങ്കിലും ഒരു സ്റ്റെം കൊണ്ടുവച്ച് ഏതിൻ്റെ ബഡാണോ കൊണ്ടുവന്ന് വെക്കുന്നത് ആ ബഡിൻ്റെ ഗുണം മാത്രമേ ആ ബ്രാഞ്ചിന് കൊടുക്കാൻ കഴിയത്തുള്ളൂ, ആ കളറെ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ആ ബഡ് മാവിൻ്റെതാണെങ്കിൽ മാങ്ങയെ പുറത്തു വരൂ, പ്ലാവിൻ്റെതാണെങ്കിൽ ചക്കയെ പുറത്തു വരൂ. ഒരു റെഡ് റോസിന്റെ മേൽ ഒരു പിങ്ക് റോസിന്റെ ബഡാണ് ബഡ് ചെയ്യുന്നതെങ്കിൽ പിങ്ക് റോസേ പുറത്തു വരത്തുള്ളൂ, റെഡ് റോസ് വരത്തില്ല. സോ ആഫ്റ്റർ ദൈ കൈൻഡ്, അതത് തരത്തിനെ മാത്രമേ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് മറന്നു പോകരുത്. അതത് തരത്തിനെ മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ആദമും ഹവ്വയും പാപം ചെയ്തതിന് ശേഷമാണ് അവർക്ക് സന്തതികൾ ജനിക്കുന്നത്. സോ അവർക്ക് പാപിയായ ആദമിനും പാപിയായ ഹവ്വയ്ക്കും പാപിയായ കായീനെയും ഹാബേലിനെയും മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ വി ആർ ബോൺ സിന്നേഴ്സ്. നാം പാപത്തിൽ ജനിപ്പിക്കപ്പെട്ടവരാണ്. നാം പാപികളാണ്. എല്ലാവരും ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. 2 Corinthians chapter 4 അവിടേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 3-ാമത്തെ വാക്യം, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു. 6-ാം വാക്യം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവദേശത്തിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? ഈ വാക്യം പറയുന്നത് സിൻ മൈൻഡ്. സോ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുമ്പോൾ ഇനി പാപം ചെയ്തിട്ടില്ല എന്ന് ക്ലെയിം ചെയ്യുന്നവർ ബോൺ സിന്നേഴ്സ് ആയിരിക്കുമ്പോൾ ഈ പാപം നമ്മുടെ മനസ്സിനെ കുരുടാക്കും, നമ്മളെ ബ്ലൈൻഡ് ചെയ്ത് കളയും. അതുകൊണ്ട് ഈ ബ്ലൈൻഡ്നെസ്സിനകത്തു നിന്ന് നാം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ പാപത്തിന്റെ ശമ്പളമായ മരണം അനുഭവിക്കണം. റോമൻസ് 6:23 പാപത്തിന്റെ ശമ്പളം ആണെന്ന് റോമാലേഖനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണം ഒരുവൻ അനുഭവിച്ചിരിക്കുന്നു. 5-ാം അധ്യായം
5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കുവാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണമായ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്ന പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. അപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണം ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടുന്ന കാര്യമില്ല. അതൊരുവൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ആ മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചാൽ മാത്രം, ഈ വചനത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു എങ്കിൽ നമുക്ക് വീണ്ടും ജനനം പ്രാപിക്കുവാനായിട്ട് കഴിയും. വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവിടെ 24-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂവുതിർന്നു പോയി. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ പുല്ല് മുളച്ചു വരുവാൻ ഒരു സീഡുണ്ട്. പൂവുണ്ടാകുന്ന ഒരു ചെടി മുളച്ചു വരുവാൻ ഒരു സീഡുണ്ട്. ആ സീഡിൽ നിന്ന്, പെരിഷബിൾ സീഡിൽ നിന്ന് ഒരു പുല്ല് മുളച്ചു വന്നാൽ, ഒരു പൂ ഉതിർന്നു വന്നാൽ അത് വാടിപ്പോകുന്നതാണ്. ബിക്കോസ് ദ സീഡ് ഈസ് പെരിഷബിൾ. അതിനെ ഉളവാക്കിയ ആ വിത്ത് പെരിഷബിൾ ആയതുകൊണ്ട് അത് നശിച്ചു പോവുകയാണ്. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ ദൈവവചനം, ഇത് പെരിഷബിൾ അല്ല, ഇത് നശിച്ചു പോകുന്നതല്ല. കാരണം അവിടെ തന്നെ പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സോ അതുകൊണ്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം, കെടാത്ത ബീജമാണിത്, നശിച്ചു പോകാത്ത സീഡാണിത്. അതുകൊണ്ട് നശിച്ചു പോകാത്ത ഈ സീഡ് കൊണ്ട് വീണ്ടും ജനനം പ്രാപിച്ചാൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയും. ഈ നശിച്ചു പോകാത്ത സീഡിൽ നിന്നാണ് ഞാൻ ജനിപ്പിക്കപ്പെടുന്നതെങ്കിൽ, ഞാൻ ജീവൻ പ്രാപിക്കുന്നതെങ്കിൽ, ഈ നശിച്ചു പോകാത്ത സീഡാണ് എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവിനെ അതിക്രമങ്ങളിൽ മരിച്ചു കിടന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പാപങ്ങളിൽ മരിച്ചു കിടന്നത്. ഹല്ലേലൂയ. ഈ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ വചനമാകുന്ന ഇംപെരിഷബിൾ സീഡ് കൊണ്ടാണെങ്കിൽ, ക്രിസ്തു ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ജീവനുള്ള ഒരു പ്രത്യാശയുണ്ട്. കാരണം ഞാനും ജീവിക്കും. സിൻസ് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്, ദിസ് ഈസ് എ റിസറക്റ്റഡ് സീഡ്, ദിസ് ഈസ് സ്റ്റിൽ ലിവിങ്. 1:3. 1:21, God raised Jesus from dead and he has given glory, so it is a glorious seed. 1:23, incorruptible seed ആണ്. 1:25, this is eternal. മാത്രമല്ല, ഈ സീഡിനകത്ത്, ഈ യേശു ക്രിസ്തുവാകുന്ന ഈ വചനത്തിനകത്ത്, there's a living blood, a precious blood, a blemishless blood, spotless blood. നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ജീവൻ രക്തത്തിനകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ബ്ലെമിഷ്ലെസ് ആയിട്ടുള്ള, സ്പോട്ട്ലെസ് ആയിട്ടുള്ള, പ്രഷ്യസ് ആയിട്ടുള്ള, ലിവിങ്, ഗ്ലോറിയസ്, ഇൻകറപ്റ്റബിൾ, ഇറ്റേണൽ, ലിവിങ് സീഡ്. When you are born with that seed, ആ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, you are going to be
glorious, you are going to be eternally living, you are going to be incorruptible, you are going to be blemishless and spotless one day. അപ്പോൾ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുങ്ങണമെങ്കിൽ അതിനു മുമ്പേ ഈ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കണം. ഈ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നമുക്കുള്ള ഒരു വലിയ കുഴപ്പം എന്താണെന്നറിയാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് വിത്തിന്റെ ഉപമ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 13-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആ ഭാഗത്തു നിന്ന് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ചിലത് കണ്ടാൽ പോരാ, ദർശിക്കാൻ കഴിയണം. കാഴ്ച പുറമേയുള്ള കണ്ണുകൾ കൊണ്ടാണ്, പക്ഷെ ദർശനം ആത്മാവിന്റെ കണ്ണുകളിലാണ് നമുക്ക് ലഭ്യമാകുന്നത്. നമ്മൾ ചിലത് ഈ വചനമൊന്നും കേട്ടാൽ മാത്രം പോരാ, അത് ഗ്രഹിക്കാൻ കഴിയണം. മാന്യമില്ലാത്തവരായി മാറണം. കേൾക്കുന്നത് മാംസളമായ ചെവികൾ കൊണ്ടാണെങ്കിൽ ഗ്രഹിക്കുന്നത് ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിക്കുമ്പോഴാണ്. ആത്മാവ് മരിച്ചിരിക്കുകയാണെങ്കിൽ ഇല്ല, ഗ്രഹിക്കാൻ കഴിയില്ല. ആ ഭാഗത്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം, 16-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. ഒരു തടിച്ച ഹൃദയമുണ്ടാകരുത്, തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സോ നമ്മുടെ എല്ലാ കാഴ്ചകളും ദർശനങ്ങളായി മാറട്ടെ, നമ്മുടെ എല്ലാ കേൾവികളും ഗ്രഹണമായി മാറട്ടെ. നമ്മുടെ ഹൃദയം തടിച്ചിരിക്കുന്ന അനുഭവമല്ല, മരിച്ചിരിക്കുന്ന അനുഭവമല്ല, പകരം കഴിയുന്ന, ചിലതിനോടൊക്കെ സെൻസിറ്റീവ് ആകാൻ കഴിയുന്ന, ചിലതിനോടൊക്കെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ഗൂഢമനുഷ്യൻ, ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ നമ്മളിൽ ഉളവായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ സ്വർഗരാജ്യത്തിന്റെ മർമ്മം ഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. The mysteries of the kingdom of God. അപ്പോൾ ഈ വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിസ്റ്ററി. ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുക്കപ്പെടുന്നതിന്റെ ആദ്യത്തെ പടിയായ വീണ്ടും ജനനം, ആ വിത്തിന്റെ ഉപമയിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്, യു ക്യാൻ സീ എ സീഡ് ഫോളൻ. വഴിയിൽ വീണ ഒരു വിത്തിനെ കാണാൻ കഴിയും, ബട്ട് ഇറ്റ് വാസ് നോട്ട് ടേക്കൺ കെയർ ഓഫ്. അതുകൊണ്ട് പറവ വന്ന് കൊത്തിക്കൊണ്ടുപോയി. പിന്നീട് പാറയുടെ ഇടയിൽ വീണു. സീഡ് വെൽക്കംഡ്, വചനം സ്വാഗതം ചെയ്തു, ബട്ട് നോട്ട് റിസീവ്ഡ്. So are you hearing this seed as a fallen seed? If you have heard the word of God and if you have not taken care of, it will be taken away. If you are hearing the word of God and you are just welcoming it, yeah, it's true, saying like that, and if you are not ready to receive within, നമുക്കൊരു വ്യക്തിയെ വീട്ടിലേക്ക് കയറ്റാൻ കഴിയും. കയറ്റുന്നതും അവരെ സ്വീകരിക്കുന്നതും അവരെ അതിനകത്ത് ഡ്വെല്ല് ചെയ്യാൻ അനുവദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ആർ യു ഹിയറിംഗ് ദിസ് വേർഡ് ആൻഡ് വെൽക്കമിങ് ഇറ്റ്, ബട്ട് നോട്ട് റെഡി ടു റിസീവ് ഇറ്റ്, not ready to allow this word to dwell in your heart, then that is of no use. അതൊരു പ്രയോജനവും നമുക്ക് ചെയ്യത്തില്ല എന്നോർക്കണം. വേറൊരു സീഡിനെ നമുക്ക് കാണാൻ കഴിയുന്നത് മുള്ളിനിടയിൽ വീണു. സീഡ് റൂട്ടഡ്, അതിന് വേര് മുളച്ചു. പക്ഷേ
നോട്ട് ഗാർഡഡ് ഇറ്റ്സ് ഗ്രോത്ത്. എന്നാൽ അതിൻ്റെ വളർച്ചയെ ഗാർഡ് ചെയ്തില്ല. Which category we are falling into? Seed is fallen, received, and it is growing, but at the same time, on the other hand, you are allowing the thorns also to grow. You are not concentrating on the growth of the seed of the word of God, but you are concentrating on the cares of the world. You are being prepared as a bride of Christ. ഇതിനകത്ത് ശ്രദ്ധ വേണം. ഒരു ഫോളൻ സീഡായിട്ടല്ല, ഒരു വെൽക്കംഡ് സീഡായിട്ടല്ല, ഒരു റൂട്ടഡ് സീഡായിട്ടുമല്ല. എ സീഡ് വിച്ച് ഈസ് റിയലി ഫോളൻ ഓൺ എ പ്രിപ്പയർഡ് ഗ്രൗണ്ട്. സോ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി നമ്മുടെ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യനെ ഒരുക്കുമ്പോൾ അതിനു മുമ്പുള്ള വീണ്ടും ജനനം എന്ന് പറയുന്ന ഈ പ്രക്രിയ ഈ പ്രഭാതത്തിൽ നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. ബൈ ഫെയിലിംഗ് ടു പ്രിപ്പയർ യു ആർ പ്രിപ്പയറിംഗ് ടു ഫെയിൽ. സോ ടു ബി പ്രിപ്പയർഡ് ഈസ് ഓൾറെഡി എ ഹാഫ് വിക്ടറി. So be prepared to become the bride of Christ. I've told you the first step, that is being born again. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകണം ഒരുങ്ങണമെങ്കിൽ അവൻ്റെ മണവാട്ടി പദത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന വീണ്ടും ജനനം എന്ന് പറയുന്ന ആ പ്രക്രിയ ക്രിസ്തുവിൻ്റെ വചനത്താൽ, ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ, അത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്ല, ഈ ഇംപെരിഷബിൾ സീഡ് നമ്മുടെ ഉള്ളിലേക്ക് വന്നവർ, റിസീവ് ചെയ്തവർ, അതിനെ വളരാൻ അനുവദിച്ചവർ, ഒരുങ്ങാൻ ഏൽപ്പിച്ചു കൊടുത്തവർ, ആരുടെയെങ്കിലും ജീവിതത്തിൽ അവരുടെ ജഡത്തിൽ ഇത് വളരുന്നതിനോടൊപ്പം തന്നെ മുള്ളുകളും കൂടെ വളരുന്നുവെങ്കിൽ അടുത്ത ദിവസങ്ങളിലെ ശുശ്രൂഷകളിൽ നമുക്ക് അതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കാം. എങ്ങനെ നമുക്ക് ഈ സീഡിനെ മറ്റെല്ലാത്തിൽ നിന്നും ഒഴിവാക്കി വളർത്താൻ കഴിയും, എങ്ങനെ നമുക്ക് ക്രിസ്തുവിൻ്റെ മണവാട്ടി പദത്തിലേക്ക് ഒരുങ്ങി കയറുവാനായി കഴിയും. അതിനായി വളരെ പ്രാർത്ഥനയോടെ നാളത്തെ ദിവസത്തിലെയും ശുശ്രൂഷയിലെയും തുടർന്നുള്ള ദിവസങ്ങളിലുള്ള ശുശ്രൂഷകളിലും പങ്കെടുക്കണമേ. നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞ് അവരെയും കൂടി ഈ ശുശ്രൂഷയിലേക്ക് കൂട്ടിവരുത്തണമേ എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുന്നു. ഒപ്പം ഇന്ന് ഈ സമയത്ത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ഒരുങ്ങുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ പടി, വീണ്ടും ജനനത്തിലേക്ക് കടക്കുവാൻ താല്പര്യമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഒരു വാക്ക്, കർത്താവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. അങ്ങന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ജനനത്തിന്റെ അനുഭവം എനിക്ക് തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവുമായി എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് എൻ്റെ വായ് കൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. എന്നെ അതിനായി സഹായിക്കണം. എൻ്റെ പേരും കൂടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതണം. കാരണം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമ്പോൾ ആ കൂട്ടത്തിലല്ല, പകരം കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ, തന്നെത്താൻ ഒരുങ്ങി അങ്ങയുടെ കാന്തയാകുന്നവരുടെ കൂട്ടത്തിലാകുവാൻ എന്നെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും.
വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവവചനം പഠനത്തിനായി കൂടി വന്ന എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഈ പ്രിയജനത്തെ അനുഗ്രഹിക്കണം, സഹായിക്കണം. ഇന്ന് കേൾക്കപ്പെട്ട ഈ വചനത്തിന്റെ മുമ്പിൽ ജീവിതത്തെ വെച്ചു കൊടുക്കുവാൻ കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, വചനം ആരുടെയൊക്കെ കാതുകളിൽ എത്തുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു, അവരുടെ എല്ലാം ഉള്ളിൽ ഇത് ക്രിയ ചെയ്യത്തക്കണം, അവരുടെ കാതുകളിൽ ഇത് എത്തിക്കണമേ. ഇത് വെറും കേൾക്കുന്ന അനുഭവത്തിലല്ല, ഇത് വെറും കാണുന്ന അനുഭവത്തിലല്ല, ഇത് ദർശിക്കുവാൻ, ഗ്രഹിക്കുവാൻ, തിരിച്ചറിയുവാൻ, ഇതിനോട് പ്രതികരിക്കുവാനുള്ള കൃപ കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ വരെ താമസിച്ചാൽ നാളെ ഇതേ സമയം നാം വീണ്ടും ഒരുമിച്ച് കൂടും. ശുശ്രൂഷയ്ക്ക് അവസരം തന്ന നാഷണൽ പ്രയർ ടീമിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദിയെ, സ്നേഹത്തെ അറിയിക്കുന്നു.